എജുഹബിന്റെ NMMS കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ സിലബസ്. കാരണം തൊട്ട് മുമ്പ് നടന്ന ഈ NMMS പബ്ലിക് എക്സാമിന് സാറ്റ് എടുത്താലും മാറ്റ് എടുത്താലും ഏതെടുത്താലും ഇവിടെ പരിചയപ്പെടുത്താത്തതോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും കാണാത്തതോ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് NMMSന് മാത്രമുള്ള ഒരു സിലബസ് കൂടിയല്ല. കാരണം ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് എക്സാംസ് ഉണ്ടല്ലോ. അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു ബേസിക്കും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കൂടിയാണ് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയെന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് എക്സാംസ് ഈ ഒരു വർഷം എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ NMMS പാലാ ബ്രില്യൻസ് നടത്തുന്ന NMMS മോഡൽ എക്സാമിൽ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരുന്നു. തുടർന്ന് തന്നെ അവരുടെ ഫൗണ്ടേഷൻ സ്ക്രീനിങ് ടെസ്റ്റിൽ ഓൾ ഇന്ത്യ 4th റാങ്ക് ലഭിച്ചിരുന്നു. പിന്നെ എക്സാം വൈ നടത്തുന്ന ഒരു ഫൗണ്ടേഷൻ സ്ക്രീനിങ് ടെസ്റ്റ് തന്നെ അതിൽ ഓൾ കേരള ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി ടഫായിട്ടുള്ള ഒരു എക്സാമാണ് NSMC എന്ന് പറയുന്നത്, നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിൽ എനിക്ക് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരുന്നു. വേറൊരു പ്രത്യേകത ഈ ഒരു സിലബസിന് ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ എക്സാം സീരീസ് തന്നെയാണ്. ഇപ്പോൾ മന്ത്ലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മെഗാ ടെസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് എക്സാംസ് ഇവർ എജുഹബ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാമിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പഠിച്ചത് മുതൽ അവസാനം പഠിച്ചത് വരെ നമ്മളെ മൈൻഡിൽ നിൽക്കാനുള്ള ഏറ്റവും ഒരു നല്ല മരുന്ന് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഈ എജുഹബ് അതായത് NMMSനോട് തൊട്ടടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്ന എജുഹബിൻ്റെ മോഡൽ എക്സാം ഉണ്ടായിരുന്നു NMMSൻ്റെ. അപ്പോൾ ആ ഒരു എക്സാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 156 മാർക്കാണ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ NMMS എഴുതിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് നല്ല സിമ്പിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഇവിടെ ഓൾറെഡി ടഫുള്ള ഒരു സംഭവം കഴിഞ്ഞിട്ടാണ് അതിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ NMMS റിസൾട്ട് നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.